ഇതുപോലെ പലതരത്തിലുള്ള മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതോടെയാണ് 22 പെൺകുട്ടികൾ ചിൽഡ്രൻസ് ഹോമിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. രാവിലെ 9:30 മുകളിൽ കയറിയ കുട്ടികൾ അധികൃതർ പറഞ്ഞിട്ടും താഴെ ഇറങ്ങിയില്ല. പിന്നാലെ പോലീസും ഫയർഫോഴ്സും എത്തി. എന്നാൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്മാറില്ലെന്ന് ഇവർ അറിയിച്ചു. ഇതോടെയാണ് ജില്ലാ കളക്ടറും MLAയും ADMും സ്ഥലത്തെത്തിയത്. 2.5 മണിക്കൂറോളം ഇവർ കുട്ടികളുമായി ചർച്ച നടത്തി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടികൾ താഴെ ഇറങ്ങിയത്. കുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും ഇത് പരിഹരിക്കാൻ 16-ാം തീയതി ജില്ലാ കളക്ടർ ചർച്ച നടത്തുമെന്നും PT തോമസ് MLA പറഞ്ഞു. ഈ സ്ഥാപനത്തിൽ ചില പോരായ്മകളുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നൊരാവശ്യം കുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചില 1-2 ഉദ്യോഗസ്ഥരുടെ പേരിൽ ചെറിയ ആക്ഷേപങ്ങൾ പറഞ്ഞു. ആ കാര്യത്തെ സംബന്ധിച്ചും ജില്ലാ കളക്ടർ അവർക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ചിൽഡ്രൻസ് ഹോമിലെ അവസ്ഥ നരകതുല്യമാണെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആരോപിച്ചു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെ മെന്റലി ഹരാസിയാണ്. അവർ പറയുന്നത് മെന്റലിന്റെ ഗുളിക അവരെ നിർബന്ധമായിട്ട് ഏൽപ്പിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കാമെന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നൽകിയ വാഗ്ദാനം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും 2 വർഷം മുമ്പ് നടന്ന ആത്മഹത്യ അടക്കം അന്വേഷിക്കണമെന്നാണ് പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.